സർക്കാർ ജോലിയിൽ അഗ്നിവീർ സേനാംഗങ്ങൾക്ക് 10% സംവരണം പ്രഖ്യാപിച്ച് ഹരിയാനയിലെ NDA സർക്കാർ. പോലീസ് കോൺസ്റ്റബിൾസ്, മൈനിംഗ് ഗാർഡ്, ജയിൽ വാർഡൻ, ഫോറസ്റ്റ് ഗാർഡ് തുടങ്ങിയ തസ്തികയിലേക്കാണ് സംവരണം. ഹരിയാന മുഖ്യമന്ത്രി നവാബ് സൈനിയാണ് 10% സംവരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് അല്പസമയം മുൻപ് ഹരിയാന മുഖ്യമന്ത്രി നവാബ് സൈനിയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. അഗ്നിവീറുകൾക്ക് 10% സംവരണമാണ് സർക്കാർ നൽകാൻ പോകുന്നത്. നിലവിൽ നമുക്കറിയാം 2022 ജൂലൈ മാസം 14-ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് അഗ്നിവീർ പദ്ധതി. സൈന്യത്തിലേക്ക് അഗ്നിവീറുകളായി എത്തുന്ന സൈനികർ 4 വർഷം സേനയിൽ സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം പിന്നീട് കേന്ദ്ര സർക്കാർ തന്നെ വിശദീകരിച്ചത് മറ്റു പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്കും ഒരു വിഭാഗം ഏതാണ്ട് 20% അഗ്നിവീറുകൾക്ക് സൈന്യത്തിൽ തുടരുകയും മറ്റുള്ളവർക്ക് മറ്റ് സേനാ വിഭാഗങ്ങളിലേക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് അഗ്നിവീർ പദ്ധതി. എന്നാൽ ഹരിയാന സർക്കാർ ഇപ്പോൾ സ്വന്തം നിലയിൽ തന്നെ 10% സർക്കാർ ജോലിയിൽ സംവരണം അനുവദിച്ചിരിക്കുകയാണ്. അത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലീസ് കോൺസ്റ്റബിൾ, അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഗാർഡ്, ജയിൽ വാർഡൻ തുടങ്ങിയ തസ്തികകളിലാണ് ഈ അഗ്നിവീറുകൾക്ക് 10% സംവരണം ഇപ്പോൾ ഹരിയാന സർക്കാർ നൽകുന്നത്. ശരി, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.